എത്ര കോയങ്ങൾ വിളിക്കണേ? ഞാൻ എന്റെ ചങ്ങായി അപ്പുണ്ണി ഉണ്ട് അമ്പലത്തിൽ പോയിട്ട് ഓനെ കാത്തിക്ക. അപ്പുണ്ണിയുടെ വീട്ടിൽ പോലെ കോയക്ക പോയോ? പോയി. വല്ലാത്തൊരു കഥ, അത് ഞാൻ അറിയണ്ടേ. പോയി, റൊണാൾഡോ പോയി, പോർച്ചുഗലും പോയി. ഉത്സവം ആരാണ് ഗേറ്റ് ഇങ്ങനെ തുറന്ന് നടക്കേണ്ടത്? അതിൽ ലാസം എണ്ണോടുത്താ പഠിച്ചോനെ, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു രാജകുമാരിയായിക്കാണ് ജനിച്ചാ മതിയേനി. രാജകുമാരനേക്കാൾ സുക്കുറാക്ക വേണ്ട. കൈ നോക്കാനുണ്ടോ? കൈ രമണിയെ, മലപ്പുറം ഭാഗത്തു നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നോട്ടം അങ്ങോട്ട് ഇല്ല എന്നുള്ളത് തീർത്തും പറഞ്ഞേക്കാം. എനിക്ക് വലിയ അടി കൊള്ളാൻ. ആരായി? അയ്യോ രമണിയെ, വേഗം ചെന്നാ കീന്നറിയത്. പടച്ചോനെ, ഇവനാണത്. എന്താടാ പോയി പോയി ആര് പോയി? ഭൂതം ഭാവി തെറിച്ചേ അങ്ങനല്ലോ. ഭൂതം ഭാവി വർത്തമാനം പറയും. കൈ നോക്കാനുണ്ടാ? ആ നോക്കാൻ അങ്ങോട്ട് വരി. മോത്തറച്ചും കുരാണല്ലോ മോളെ. ഗേറ്റ് അടക്കിയ മലപ്പുറത്ത് നോക്ക്. ആ പുണ്ണി, ആ കരിങ്കോയായിരുന്നു. ആ അപ്പുണ്ണി, തുപ്പല്ലേ തുപ്പല്ലേ തുപ്പല്ലേ. എന്തേ കാട്ടിയ? എന്തിനെ പട്ടി നോല് വെച്ചിട്ടുണ്ട്? പോയി. മോത്തറച്ചി പൊറാട്ടിയും പോയിന്നോ? പോർച്ചുഗൽ റൊണാൾഡോ പോയില്ലേ? അതിന് പത്താ നോല് വെച്ചാ കൈമൊന്നും വളല്ലല്ലോ. നിങ്ങൾ പെണ്ണാണ വന്നൊന്നല്ലേ, കൈ വെക്കാൻ വന്നല്ലേ? ഇവിടെ വരി. വീടെടുക്കാനുള്ള തത്തമ്മനെ കൂട്ടിൽ കാണില്ലല്ലോ. അത്തമ്മയും കൊത്തമ്മയൊന്നും ഇല്ല. ഇക്കന്നെ തിന്നാൻ കിട്ടണില്ല. എന്നിട്ട് അത്തമ്മ പരമാവധി എത്ര കൊട്ടേഷൻ കിട്ടാൻ പറ്റുമോ അത്രയും കൊട്ടേഷൻ എടുത്തോ. കോഴിക്കോട് ജില്ലയിൽ എവിടെ ആയാലും നമുക്ക് വേറെ വഴിയില്ലല്ലോ, താ സമ്മതിക്കണ്ടേ? എന്താ പുണ്യ, പൂനൂലൊക്കെ ഒന്ന് വണ്ണം കൂടിക്കുള്ളോ? അതാ പുണ്യ. അത് ഇജ്ജല്ലേ? വന്നപ്പോഴത്തെ പേരും മാറ്റല്ലോ താൻ. ഞാൻ ഉമ്മറും പോയില്ലേ? ഉമ്മറോ നെയ്മറാണ്. ഞാൻ അർജന്റ് ആയിട്ട് ആ മൂസിയും കൂടി പോയി കിട്ടിയാ മതി. എല്ലാവർക്കും സമാധാനായി. ഏത് മേലെ പറമ്പത്തെ നമുക്ക് കൊത്തി ആയോണ്ട് പിന്നെ തൂക്കിട്ടെടുക്കണ്ടേ, അതുകൊണ്ട് കൊണ്ടിറക്കണം. അല്ല കൈ കാട്ടിക്ക. കൈ അതാ കാലം എന്ത് ഒപ്പതിന് പണിയെടുത്ത് തയമ്പട്ടിതാണ് തള്ളങ്ങത് നോക്ക്. ഒരു കുഴപ്പമില്ല. പടച്ചോനെ, ഇയാള് കൊട്ടേഷൻ ടീമിൽപ്പെട്ട ആളായിനോ? പോട്ടെ, ഇതെന്താ കാര്യം എന്ന് പറഞ്ഞില്ല. മലപ്പുറത്തുനിന്ന് ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. എന്തിന്? ജാതകം നോക്കാനേ. ജാതകം ഒന്ന് പാളി തോന്നുന്നുണ്ട് കോയെ. ഒന്നും കാണില്ലല്ലോ. കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ ഞാൻ ഡോക്ടറിനെ പോയി കാണിച്ചു നോക്കി. എന്നിട്ട് ഇറങ്ങിയാ പോലെ ഇതിനൊക്കെ. നാക്കിന്റെ വലുപ്പത്തിൽ കൂടുതലാണ്. എല്ലിന്റെ എണ്ണം കൂടാതെ നോക്കിക്കാ. നിങ്ങൾ വല്ലാതെ നിൽക്കണ്ട, ഞങ്ങൾ പല്ലിന്റെ ഇതെന്താ ഇതുവരെ അലക്കി കഴിഞ്ഞിട്ടില്ലേ? വേഗം അലക്കൂടെ. നിങ്ങക്ക് എന്താ മൂലക്കുരുണ്ടോ? അങ്ങനെ തള്ളി നിക്കുന്നേ. നേരെ നിന്ന് അങ്ങ് അലക്കൂടെ. അയ്യോ കളിച്ചൂണ്ടേ. നിങ്ങളത്തെ കാട്ടിയത് റൊണാൾഡോ പോയിട്ട് തോളിച്ചിട്ട് ഒരു കാര്യമില്ല. ഒപ്പുള്ള പാസ് ഇട്ട് കൊടുക്കണേ. അതിനെങ്ങനെ ഓനെ കാണണ്ടേ? ഓ എതിരങ്ങോട്ട് തുറന്നോട് കൂടിയിട്ട് നെഞ്ചാങ്കോട് നോക്കി ഒരു ഒറ്റ ചവിട്ട്. അതിലേക്ക് മനസ്സിലായി അത് മലപ്പുറം ചവിട്ടാണ്. എന്റെ ജാതകം കൂടി അങ്ങോട്ട് നോക്കി എന്നെ അങ്ങോട്ട് കുറയും. ചിലക്കാ അങ്ങോട്ട് നോക്കിയത്. എന്റെ അമ്മായിമക്ക് ആശുപത്രി കൂടുതലാണല്ലോ. അത് കുറക്കാൻ വലിയ വയ്യണ്ടാ. എന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിലേ എന്റെ ആയുസ് പറയാൻ സാധ്യത. തലവേണ്ട കാല് വേണമെങ്കിൽ 6 പീസ് ആക്കിക്കോ. 6 പീസോ? ടീമിന്റെ ഗോളിനെ പറ്റി വർത്താനം പറഞ്ഞുകൊടുക്കില്ലേ? അങ്ങനെ തന്നെ പറ്റി. നിങ്ങൾ അർജന്റീനനെ കണ്ടു പഠിച്ചു. ഒരു പെനാൽറ്റി ബോക്സ് വരെ ഒരു ചാൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ചെറുക്കൻ എവിടെയാണ്? ദേവിയേ, നീ എന്താ? എന്റെ പുയ്യാപ്പിളൊക്കെ 2 മംഗല്യോഗം ഉണ്ട്. എനിക്ക് അപ്പഴേ തോന്നിക്കണം പണ്ടാറക്കാനും വേറെ പെണ്ണ് കെട്ടിയിട്ടുണ്ടാവും. അയാൾ ഇങ്ങോട്ട് വരച്ചാണ് നോക്കി കഴിഞ്ഞ ജാതകം നോട്ടം ഞാൻ അങ്ങോട്ട് നിർത്തി. ഞാനതിന് ജാതകം നോക്കാൻ വന്നതല്ല. എനിക്ക് വേറെ കാര്യം നോക്കാണ്ട്. അതിന്റെ മുന്നേ നമുക്ക് 2 ചായ. കാലോ? ഓക്കെ, എന്നാ ശരി. ബാക്കിയെല്ലാം നമുക്ക് നേരിട്ട് പറയാം. ഓക്കെ, എന്നാ ഇനി വർക്ക് കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക്. ഓക്കെ. ഇങ്ങനെ തേരിയാണ് അതിനെ കൊണ്ട് ഒരു ഗോൾ അടുപ്പിച്ചാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരു ഒത്തൊരുമ വേണം. നിങ്ങളൊരു കോട്ടരുമ നിങ്ങൾക്ക് അച്ചടക്കം പറഞ്ഞ സാധനമില്ല. ഈ ഊരൊത്തി പത്ത് ഞാൻ ഒന്നാക്കും. അന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താ? നിങ്ങൾ മയ്യത്തിരിക്കുന്ന ദിവസമാണ്. എന്താണ് നിങ്ങൾ ഏത് അടുപ്പിലായി? രണ്ടാം പെണ്ണുങ്ങൾ എടുത്തേനില്ല. നിങ്ങൾ എത്ര മണിക്ക് കുറിച്ച് സംസാരിക്കാം. രമണി 2 ചായ. എന്തേ ഇങ്ങോട്ട് വരിക. എന്റെ സമയം തീരെ ശരിയല്ല, നമുക്ക് പുറത്ത് സംസാരിക്കാം. എന്റെ ചെറുക്കൻ കുഞ്ഞാപ്പോയി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കുകയല്ല. ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്. ഒറ്റ ഫോണുകാരെ തോറ്റതാണ് പോർച്ചുഗല്. അടിച്ചാൻ പോകാതെ ഫോണും കണ്ടു ഗിരി കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കുകയാണല്ലോ. ചകിരി പൊളിച്ചിട്ട് വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേശം കൊപ്രയും കൂടി കൊടുക്കുക. പൊളിച്ചോട്ടെ. ഡിഗ്രി പഠിപ്പ് ഓൺ നോക്കി തന്നേക്കറിയ അത്ര അന്നെ കൊണ്ട് സൗകര്യമില്ല. ഇതിന് വേറൊരു സൗകര്യക്കേട്. കുറച്ചു കാലത്ത് മണ്ണിൽ എങ്ങനെ 2 പെണ്ണ് കെട്ടിയിരിക്കണേന്ന്. അങ്ങനെ വേണമെനിക്ക്. നോക്കേ, ഇജ്ജിങ്ങനെ മോങ്ങണ്ട. ഇജ്ജ് പഠിച്ചാൻ പോവാണെങ്കിൽ പ്ലീസ്. അല്ലാതെ എനിക്കെന്നായി പറ്റിയേ? എനക്കൊന്നും തിരിയുന്നില്ല. നിങ്ങൾക്കൊന്നും തിരിഞ്ഞിക്കില്ല, എനക്കെല്ലാം തിരിഞ്ഞിക്ക്. നിങ്ങൾ കൊട്ടേഷൻ ടീമിലെ ആളല്ല. നമ്മളെ നാട്ടിലും വിദേശത്തും ഒരേമാതിരി ജോലിക്ക് സാധ്യതയുള്ള ഒരു കോഴ്സിന് ചേർക്കണം. അത് നോക്കി പറഞ്ഞ കോഴ്സ് ജിന്റെ ബൈക്ക് മര്യാദക്ക് മനുഷ്യ സമാധാനം കളയാനേ.
ഇയാൾക്ക് നല്ല കള്ളലക്ഷണം ഉണ്ടല്ലോ. അത് ഇയാൾക്ക് മാത്രല്ല ഇയാളെ ഉമ്മാക്കും ബാപ്പാക്കൊക്കെ ഉണ്ട്. ഓള് ഞാനാണ് വാങ്ങി തരും. നിങ്ങൾ പറയുന്നോടത്ത് പോയി പഠിച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയുന്നോടത്ത് നിങ്ങൾ ചേർത്താണ് ഞാൻ പഠിച്ചു. എവിടെ പോയി എനിക്ക് പഠിച്ചിട്ടുണ്ട്? ഓസ്ട്രാക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ. ആ ഓസ്ട്രേലിയ അങ്ങോട്ട് വരാ പഠിപ്പുണ്ട്. നോക്കിയാൽ പറഞ്ഞോണ്ടേ. ഇങ്ങോട്ട് വരാ കോഴ്സ് ഇവിടെ നിൽക്കുക. കോയെ മൊത്തം കള്ളന്മാരാ. എന്റെ പാതി തല പച്ച പോലെ പറഞ്ഞത് ഇപ്പൊ ഇറങ്ങി പൊയ്ക്കാൻ ഇവിടുന്ന്. ഹൈരേഖലന്റെ പുതിയപ്പൾക്ക് 10 വയസ്സിന് കുറവുണ്ടല്ലോ. കണ്ട സത്യം നീ പോയി പഠിച്ചു വേറെ ആരും. ഓസ്ട്രേലിയ അല്ല ചേക്കിട്ട് വരേ പെരിന്തൽമണ്ണയിലുള്ള ഓസ്ട്രാക്സ്. എവിടേക്കും പോകാൻ പുതിയ കത്തളന്താ നോം കാണുന്നുണ്ട്. മാധവൻ വരട്ടെ. ഓൻ വരുമ്പോത്തിനൊക്കെ എത്ര നേരാവും. അതല്ലേ അത് നരേന്ദ്രപ്രസാദ് ഒന്ന് നെഞ്ചത്ത് കയറിയതാ. പറയാ കോയെ മാത്രം പറഞ്ഞു കണ്ട അനക്കേ ഈ പുതിയപ്പളിന് വരം വേറെ പുതിയപ്പളിനെ കെട്ടിയാണെങ്കിലേ കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ കയ്യേന്ന്. അതിനിപ്പോ എന്താ ഇപ്പത്തേ കൊന്നാ പോരെ. അവർക്കും അത്ര വലിയ കമ്പം. അവിടെ പോയാലേ കോഴ്സ് കഴിഞ്ഞ് ട്രെയിനിങ് സമയത്ത് മാസം 12,000 ഉപ്പിയും കിട്ടും. തൽക്കാലം പന്ന ചേർത്താൻ എന്റെ അടുത്ത് പൈസ ഇല്ല. പൈസ വേണ്ട റെഡ് ടീം ഹാക്കർ അക്കാദമി അവരുടെ ഒരു പരിപാടി നോം കാണുന്നുണ്ട്. ഹാക്കിങ് അത് പറ്റൂല പുണ്ണി. ജനങ്ങളെ സ്വീപ്പാക്കണ ഒരു പരിപാടി ഓൻ പഠിച്ചണ്ട. എന്റെ ദേവിയെ സുക്കുറാക്കോടെ ചേട്ടാ ജേതരി ദജ്ജാലേ എന്റെ സുക്കുറാക്കോടെ അന്റെ സുക്കുറാക്കവിടെ എനിക്കറിയാം. അത് ഇന്റെ സുക്കുറാ. പൈസ വേണ്ടേ? വേണ്ട പൈസ ഇല്ലാത്തവർക്ക് അവിടെ എഡ്യൂക്കേഷൻ ലോൺ ഒരു പ്രൊവൈഡ് ചെയ്യണ്ടേ. എന്നപ്പ തന്നെ മാറ്റിക്കാൻ ഓസ്ട്രേലിയക്ക് തന്നെ കൊണ്ട് ചേർക്കാം. ഓസ്ട്രാക്കാന്റെ പേരെ ഞാൻ ആരാ അറിയോ? ഞാൻ മാങ്ങക്കൊമ്പിൽ മൂസാക്കാന്റെ മോളാണേ. ഇത് ഏത് മാങ്ങാതലിന്റെ മോളാണെങ്കിലും പാത്തിന് മല കത്തിയ വെണ്ണൂറാടി. എന്റെ ബാപ്പാനെ പറഞ്ഞല്ലോ. അന്റെ ബാപ്പാക്ക് മാത്രല്ലടി. ഹാക്കിംഗ് അല്ലടോ കോയെ, എത്തിക്കൽ ഹാക്കിംഗ്. ഇത് കമ്പനിയുടെ പെർമിഷനോട് കൂടി ഹാക്ക് ചെയ്ത് അതെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള പഠിപ്പിക്കണം. അന്റെ വെല്ലിപ്പാക്കും മൂത്താപ്പാക്കും പറയടി. മോണ്ടി വന്ന അന്റെ അളാപ്പാക്കും പറയും. എന്നെ കേട്ടിന്റെ സുക്കുറാക്കടെ എനിക്ക് സുക്കുറാക്കൻ ഉണ്ടാ മതി. അന്റെ മേത് ജിന്നോടിക്കണേ അതിന്റെ പിരാന്ത് വിളിച്ചറിയണത്. ശരി അല്ല ഓസ്ട്രാക്സ്. ആ. അപ്പൊ മൊബൈൽ അത് എന്തിനാ പറ്റാ പൊട്ടിച്ചളിക്കിയത്? അങ്ങോട്ടാണതേ കോഴ്സാണ് സൈബർ ചക്രവർത്തി. ചക്രവർത്തി ചക്രവർത്തി അല്ല എന്ത് സൈബർ സെക്യൂരിറ്റി. ഗുഡ് ജോബ് കോയെ. ഈ ചന്റെ ഇംഗ്ലീഷ് അത്ര എന്റെ 5 മക്കളെ ബാപ്പായി സുക്കുറാക്കനോട് ഞാൻ അവിടെ പോകണുള്ളൂ. ആ അങ്ങനെയാണെങ്കിൽ ഈ പറമ്പിൽ അന്റെ തല കിടന്ന് ഉരുളും. ഈ പേരല്ലേ ഈ പേരക്കും കൂടി അവകാശപ്പെടണം. അത് കിട്ടാൻ ഞാൻ അവിടെ പോവില്ല. അച്ഛ തമ്പുരാനേ. ഉമ്മച്ചാ. എന്റെ ഫോണാ. ഞങ്ങള് പോവാ. അങ്ങനെ നീ എടുത്തടി. ഇത് വാടകപ്പേരടി പോത്തെ. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടോ? ഇത് ഞങ്ങള് കല്യാണ ഫോട്ടോ ആണ്. ഇവിടെ കള സുക്കൂറ അന്നെ കാണിച്ചടി. പൊടിച്ചണില്ല മനസ്സിലാവണില്ല. മറ്റേത് ആ ചെക്കൻ അൻഷിഫാണ് പോണ. അവനെ പിടിച്ച അവനാ അവിടെ പഠിക്കണം. ഞാൻ പോയിക്കോളാം. എന്താ കോയക പാത്തോ ഇത് അതല്ല. ഏതല്ലാന്ന് കൊല്ലണ്ടി ടീമിലല്ലേ പഠിച്ചത്. കുഞ്ഞാപ്പൂനെ അവിടെ ചേർത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഓർക്ക് സൈബർ സെക്യൂരിറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് അവിടെ. ഓനവിടെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സ്കില്ലും കിട്ടും. ഇത് പ്രാങ്ക് ആണ്. നിങ്ങളെ ബർത്ത്ഡേക്ക് സുക്കുറൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് തന്നാണ്. ഇത് വെച്ചോളി. പഠിച്ചോനെ റബ്ബേ ഇന്റെ ജന്മദിനായിട്ട് ഇനി സുക്കൂറാക്കാന്റെ ജന്മദിനം ആഘോഷിക്കേണ്ടി വരും. ദയവ് ചെയ്ത് കാല് രണ്ടും വെട്ടരുത്. ആകെ 2 കാലാണല്ലോ. എന്നെ കൊല്ലരുത് പ്ലീസ്. സുക്കൂറാക്ക അതിന് തൊള്ളവർക്കാക്കേണ്ട പാത്തുവാ. ഇനിയിപ്പൊ എത്ര കാട്ടുക? എന്ന് കഥാപ്രസംഗം പറഞ്ഞത് ആസ്പത്രി കൊണ്ടുപോയില്ല. എനിക്കെന്നായി പറ്റിയത്? നിങ്ങളിപ്പൊ ഫോണിൽ കൂടി പറയുന്ന ഞാൻ കേട്ടതാ. കാല് 6 കഷ്ണാക്കിക്കോ, തല വേറെ ആക്കിക്കോ എന്നൊക്കെ പറ.